ജാഫ്രിക്കയുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും? ഞാൻ ഈ കഥ മൊത്തം കേട്ടായിരുന്നു. വല്ലം പറ. ജാഫ്രിക്കയോ? ആ, ഒരു ഔട്ട്ലൈൻ കേട്ട് പുള്ളിയുടെ ഞാൻ ക്യാരക്ടറിനെ ഫുൾ കുറിച്ച് കഥയൊന്നും ഡീറ്റെയിൽ ഞാൻ ആയിട്ട് കേട്ടിട്ടില്ല. എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ ഞാൻ ഇത്രയും സിനിമ ചെയ്തിട്ടുള്ളതിൽ ഞാൻ അങ്ങനെ ഫുൾ കഥയൊന്നും ഒത്തിരി കേട്ടു. ആണോ? അപ്പൊ എങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ മനസ്സിലാക്കുന്നത്? എങ്ങനെ ഇത്ര നന്നായി പെർഫോം ചെയ്ത് വെക്കുന്നത്? നമ്മളെ കാര്യം ചോദിക്കും, നമ്മളെ കാര്യം ചോദിച്ച് മനസ്സിലാക്കും. അല്ലാതെ ഒരു കഥ കേട്ടായിട്ട് എനിക്ക് ഫുൾ കഥയൊന്നും വരുന്ന കേട്ടായിട്ട് എനിക്ക് ഏതോ 1-2 പടത്തിൻ്റെ ഇങ്ങനെ ഒരു പടം ഫുള്ള് കേൾക്കാന്ന് എഴുതി ലേഡി ഒരു കൊച്ചും ഒരു പുള്ളിക്കാരനൊക്കെ ആയിട്ടാ വന്നേ. കഥ കേട്ട് കഥ പോയി, കഥ വേറെ ഒക്കെ ആയി, കഥ ഒരിടത്തും എത്താത്തായി, അതിനിടയ്ക്ക് കൊച്ചു കരച്ചിലൊക്കെ ആയിട്ട് അത് ഫുള്ള് കേട്ടാക്ക അവതരിച്ച് അകലേന്ന് വന്നവരാ. അപ്പൊ അതൊന്ന് കേട്ടാക്കാത്ത എഴുതിയിരുന്നപ്പോഴത്തേക്കും അത് അങ്ങനെയായിപ്പോയി. കഥ ഒക്കെ റൂട്ടൊക്കെ തെങ്ങോട്ട് പോയി, കൊച്ചു കിടന്ന് ഭയങ്കര കരച്ചിലും. അപ്പൊ എന്നാൽ ശരിയെന്നും പറഞ്ഞ് അങ്ങനെ ഒത്തിരി എണ്ണം കേൾക്കായിരുന്നു ഉള്ള കാര്യം പറയാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഹീറോയിസം കളിക്കുന്ന നമ്മൾ ഈ ഹീറോ, ഇപ്പോൾ ഒരു ഹീറോ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു 50-55-60 വയസ്സുള്ള ഒരാളുടെ സെൻട്രൽ ക്യാരക്ടർ എന്നൊക്കെയാണ് അതിന് പേര്. ഒരു ഹീറോ അല്ല, ഒരു ഒരു ഹീറോ എന്ന് പറയുമ്പോൾ എന്നാ ഹീറോച്ചന്മാരില്ലേ, ചെറുപ്പക്കാരായിട്ടുള്ള ഹീറോച്ചന്മാർ. അത് നമ്മളെ ഇപ്പോഴത്തെ നായകന്മാരെല്ലാം ഉണ്ടല്ലോ, അവരൊക്കെ കഥ കേൾക്കണം. അതിന് ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ സിനിമയ്ക്ക് വല്ല പറ്റുമോ, സിനിമ വല്ല വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവര് സമാനം പറയേണ്ടൊക്കെ ആയിട്ട് വരുന്ന ഒരു ആൾക്കാരില്ലേ ഇപ്പൊ ഹീറോ എന്നൊക്കെ പറയും. ബേസിക്കലി ഒരു സ്റ്റാറിനെ കണ്ട് തിയേറ്ററിൽ വരുമ്പോൾ അങ്ങനെ ആ പടത്തിനൊക്കെ അവര് കൃത്യമായിട്ട് കഥ കേൾക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സിനിമ ഇപ്പം ഫോർ എക്സാമ്പിൾ ജാക്സൺ ബസാർ യൂത്ത് എടുത്തോ, അതിനകത്ത് എല്ലാരേക്കാളും ഒരു ലൈം ലൈറ്റ് സ്റ്റീലർ ഒക്കെ അങ്ങ് ആവും. അത് കഥ കേൾക്കാണ്ട് അത്രയും പെർഫോമൻസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മളൊരു കയ്യടി തിരിച്ചേക്കാൻ കേൾക്കും, കുറച്ചൊക്കെ കേൾക്കുള്ളൂ. അത് സത്യമായിട്ടും പറയാം. അതുപോലെ നീ ഫോണിൽ എത്ര ഇപ്പൊ അവർ 3-4 കഥ അടിച്ചാലും ഞാൻ വായിക്കും. ഞാൻ ഇതുണ്ടാന്ന് പറയും, നേരിട്ടുള്ള ഒരു ഇത് മതി. അല്ലെങ്കിൽ ഫോണിൽ കൂടെ ഒന്ന് വിളിച്ച് സംസാരിക്കൂലേ, അങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ, കാര്യം പറയാം. ഡയറക്ടറോട് ഇന്ററാക്ട് ചെയ്ത് അതാണ് റിഹേഴ്സൽസ് എടുത്ത് ഡയറക്ടർ എന്താണോ പറയണേ, ഇത്രയും സീനിയർ ആക്ടറായിട്ടും എല്ലാവരും ചെയ്യുന്ന പോലെ. പക്ഷെ അത് ഡയറക്ടർ അജയ് എന്താണോ ഇൻവിഷൻ ചെയ്തേക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാന്ന് മാത്രമേ. ഞാൻ ഒരിടത്ത് മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ പറയുന്നത്. ഞാൻ വരുന്ന കേൾക്കുന്ന ഇപ്പം ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദിക്കണ എനിക്ക് പറഞ്ഞു തന്നെ അത് പറ്റുമോ. അത് ശരിക്കും അങ്ങനെ പറയാൻ കൊള്ളിയല്ല. കാര്യം വെച്ച് കഴിഞ്ഞാലിപ്പോൾ ഒരു മരം പണിയുന്ന ഒരാളെ വിളിച്ച് ഇതുണ്ടാക്കുക, കസേര ഉണ്ടാക്കുകയാണെങ്കിൽ പുള്ളി നമ്മളോട് ഒന്ന് ചോദിക്കാമല്ലോ, ഇതിൻ്റെ കാലം അങ്ങനെ പിടിപ്പിച്ചാൽ മതിയോ, ഈ പറയും ഇങ്ങനെ പിടിപ്പിച്ചാൽ മതിയോ എന്ന് ചോദിക്കാൻ കൊള്ളിയല്ലോ. പണി അറിയാവുന്ന ആളല്ലേ. ഞാൻ എൻ്റെ ഇപ്പോഴും പറയാം, ഞാനിപ്പം കേട്ടുള്ള ഒത്തിരി പേര് കേൾക്കുന്നതല്ലേ ഇതൊക്കെ. അങ്ങനെ അനുഭവമുള്ളവർ പറയും, ആ പുള്ളി പറഞ്ഞ കറക്റ്റാന്നാ പറയുള്ളൂ. അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് ഞാൻ പറയും, ഞാൻ വന്ന് ഇടയ്ക്ക് സംശയം ചോദിക്കുക എന്ന് പറഞ്ഞു തന്നെ. അപ്പോൾ ഷോട്ടിന് മുമ്പ് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് സാറേ ചെയ്യേണ്ടത്, സാറിൻ്റെ മനസ്സിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, അത് ചോദിച്ചു മനസ്സിലാവും. അത്രേ ഉള്ളൂ. അത് കൃത്യമായിട്ട് ഇക്കയുടെ ഒരു 2007 തൊട്ടിട്ടാണ് എൻ്റെ ഓർമ്മയിൽ ഇക്കയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഭീകര ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പീക്കിലേക്ക് കയറുന്നതാണ് കണ്ടത്, ആ ഒരു കരിയർ ഗ്രാഫ്. ഇതിൽ ഏത് ഡയറക്ടർ അല്ലെങ്കിൽ ഏത് ആർട്ടിസ്റ്റ്, ഏത് സിനിമയാണ് ഒരു മൈൽ സ്റ്റോൺ ആയി നിന്നിട്ടുള്ളത്? മൈൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ അതെ, എനിക്ക് ഗുണപ്പെട്ടത് അതെ, അങ്ങനെയാണോ? ആ ഒരു ചേഞ്ചിന് കാരണമായി അത് നിസ്സാരമായിട്ട് പറയാന്നുള്ളൂ, അത് മനസ്സിൽ കിടക്കുകയല്ലേ. അതിന് ഇപ്പൊ ഏതാണ്ട് എനിക്ക് ഇപ്പൊ അടിച്ചു നോക്കിയാലല്ലേ വിക്കിപീഡിയയിലൊക്കെ ഇല്ലേ, നമ്മുടെ സിനിമയുടെ എണ്ണമൊക്കെ അറിയാൻ പറ്റും. 10-350 കഴിഞ്ഞാണ് ഇല്ലേ. അപ്പൊ എൻ്റെ ആദ്യത്തെ പടം റിലീസായില്ല. ഓക്കെ ചാക്കോ കൊച്ചിൻ മുംബൈ അതിന്റെ അനീഷ് പണിക്കർ എന്നാണ് ഡയറക്ടറുടെ പേര്. ഇപ്പൊ അടുത്തൊരു ചെറിയൊരു സിനിമയൊക്കെ ആയിട്ട് പുള്ളിയുണ്ട്. അത് 2002 അവിടെ നിന്ന് കുറേ അതിന് മുമ്പ് സീരിയലായിരുന്നു. സീരിയലിൽ 10-30 സീരിയലും ചെയ്തിട്ടുണ്ട്. കോമഡി സീരിയലും സീരിയസ് ഒക്കെ ആയിട്ട് കോമഡിയിലായിരുന്നു കൂടുതൽ. അങ്ങനെ അത് കഴിഞ്ഞ് സിനിമയിലേക്ക് കുറച്ച് സിനിമ കൂടിയപ്പോൾ ഈ സീരിയൽ അങ്ങ് മാറിപ്പോയി. അത് എണ്ണം തേച്ച് കുറേ ഇങ്ങനെ വന്ന് അതൊക്കെ കോമഡിയാ സീരിയൽ. അതിനിടയ്ക്കൊരു 8-10 സിനിമ 8-9 സിനിമയൊക്കെ മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമ കിട്ടി. അത് മമ്മൂക്ക ആൻഡ് ഹോസ്പിറ്റലിനൊക്കെ ആലോചിച്ച് പറക്കി വിളിച്ച ഒരു പടം, കയ്യൊപ്പം എന്ന് പറഞ്ഞിട്ടൊരു പടം.
കയ്യൊപ്പ്. ആ പടത്തിനകത്ത് ശരിക്കും പറയാം എൻ്റെ ഒരു സീരിയസ് കഥാപാത്രം അത് കയ്യൊപ്പിലാണ്. കയ്യൊപ്പില് അതൊരു നല്ല അത് അന്നങ്ങനെ ചെയ്തിട്ട് പിന്നെ എന്നെ അതിന് വിളിച്ചിട്ടില്ല ആരും. എന്നെ ആരും വിളിക്കണ്ടേ, എൻ്റെ വാപ്പാക്കോ ചേട്ടനോ ഒന്നും സിനിമ കൊടുത്തോല്ലോ പരിപാടി. അപ്പം അങ്ങനെ അത് കണ്ടിട്ട് ആരും വിളിച്ചില്ല. ഇപ്പം പറയാറുണ്ട്, ഓ അന്ന് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. അതിങ്ങനെ കടന്ന് പിന്നെയും ഇതുപോലെയുള്ള പടത്തിലേക്ക് എന്ന് ചാടി അങ്ങനെ എല്ലാവരെയും ഗ്യാങ്ങിലൊക്കെ ചാടി അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മകേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞൊരു പടം കിട്ടി, ഞങ്ങളുടെ പോത്തൻ സാറിൻ്റെ. ആ പടത്തിനകത്ത് ഞാൻ വലിയ കുഴപ്പമില്ല, പടവും നന്നായിട്ട് ഓടി. എനിക്ക് കുറച്ച് അന്വേഷണങ്ങളൊക്കെ ഫോണിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് 3-4 പടത്തിൻ്റെ ഒക്കെ വിളി വരുമ്പം ഒരു വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ മരണം സംഭവിച്ചു, കലാഭവൻ മണി. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു 1.5 കൊല്ലം ഞാൻ വീട്ടിൽ ഞാൻ സിനിമയൊക്കെ നിർത്തി. ഞാൻ വേറെ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് നമ്മൾ ഇത് വെച്ച് നീട്ടണ്ട. അപ്പം അങ്ങനെ സിനിമ സ്വർണ്ണക്കടുവ, പിന്നെ നമ്മുടെ സ്വർണ്ണക്കടുവ എന്ന് പറയുന്ന സിനിമയുണ്ട് എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത ലൊക്കേഷൻ നടത്തുന്നത്. അത് വിളിച്ചിട്ട് ഞാൻ ഇല്ല എന്ന് പറയാൻ പറഞ്ഞു വിട്ടു. ഇല്ല, സിനിമ വിട്ടല്ലോ, സിനിമയിലേക്ക് ഇനി പോണില്ല, അങ്ങനെയൊക്കെയുള്ള സംഭവമായി. ഫോൺ ബെല്ലടിക്കണ കേൾക്കാൻ പാടില്ല, TV ഓണാക്കൂല, കുറച്ച് താടിയും വെച്ച് എന്തുമൊക്കെ അങ്ങനെയൊക്കെ. അങ്ങനെ ഇരുന്നപ്പോഴത്തേന് നമ്മുടെ മമ്മൂക്കാടെ ഒരു പടം വന്നു, കാഞ്ഞാറ് തൊടുപുഴ. അവിടെ ഞാനതെല്ലാം എൻ്റെ മനസ്സിൽ നിന്നെല്ലാം കളഞ്ഞിട്ട് ജോണി ആൻഡി സാറാണ് എൻ്റെ ഡയറക്ടർ, തോപ്പിൽ ജോപ്പൻ. അതിൻ്റെ ലൊക്കേഷൻ ചെന്നിട്ട് ഞാൻ മേക്കപ്പൊക്കെ ഇട്ടിരുന്നിട്ട് അവരോട് പറയാതെ ഞാൻ വീട്ടിൽ പോയി. ഭാഷയായിരുന്നു എൻ്റെ കൺട്രോളർ. മൊത്തത്തിലും കൂടെ ഇതായി. അങ്ങനെ ഇത് വിട്ടേക്കാം. ഞാൻ ഇപ്പോൾ ഇലക്ട്രോണിക്സ് മൊത്തം പഠിച്ച ഇലക്ട്രോണിക്സ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, വൈൻഡറൊക്കെയാണ്. മോട്ടറൊക്കെ വലിയ മോട്ടറൊക്കെ വൈൻഡ് ചെയ്യണ പരിപാടിയാണ്. എൻ്റെ കടയൊക്കെ ഇട്ട ചാൻസ് എനിക്ക് അതിലേക്കൊക്കെ തിരിയാൻ ഇനി പോകണില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത കേസ്, അറിയാത്തൊരു കേസിനൊക്കെ എന്ന് വേണ്ടേ വല്ലാതെ ആയിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പം ഞാനിപ്പോൾ ദൈവത്തിന് തുല്യം കാണുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നാദിർ ഷേഖായ. അതന്നെ കട്ടപ്പനയുടെ ഋത്തിക് റോഷൻ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ സാധനത്തിന് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഋത്തിക് റോഷനിലാണ് പിന്നെ ഞാൻ ഈ 1.5 കൊല്ലം കൂടി ഞാൻ വരുന്നത്. ഇപ്പം വിഷ്ണുവിനെ ചൂണ്ടി പറയുന്നുണ്ട്, നീയാണോ കട്ടപ്പന ഋത്തിക് റോഷൻ. അപ്പം 3 പേരിൽ എൻ്റെ നേരെ ഞാൻ പറഞ്ഞില്ലേ. അത് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയം വരെ എനിക്ക് ഇരിക്കപ്പുറത്തില്ലാത്ത വർക്കാവാനുള്ള കാര്യം പറയാം.